ഹായ്, എല്ലാവർക്കും സുഖാണോ? നമ്മുടെ രാഹുലിനെ കുറിച്ച് പിണറായി വിജയൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അയാൾക്കുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഇന്ന് എന്നെ സ്നേഹിക്കുന്ന ചില അമ്മമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ, നിന്നെ ഒരു യൂട്യൂബർ എന്തൊക്കെയോ മോശമായിട്ട് പറയുന്നുണ്ട്. ഞാൻ വലിയൊരു നാറിയെന്നും എൻ്റെ തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചിട്ട് ഒരു യൂട്യൂബർ രംഗത്ത് വന്നിട്ടുണ്ട്, അവന് റീപ്ലൈ കൊടുക്ക് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കുറേ അമ്മമാർ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇന്ന് തന്നെ റീപ്ലൈ കൊടുക്കണമെന്ന്. ആ അമ്മമാരോട് ഒരു കാര്യം പറയാം. അവറ്റകളുടെ ചിന്ത, അതായത് എന്നെ നാറിയെന്ന് എൻ്റെ തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചിട്ടാണ് അവറ്റകൾ റിയാക്ട് ചെയ്യുന്നത്. അത് ഞാൻ സൈഡിൽ വെച്ച്, അതായത് അവൻ പറയുന്ന കാര്യം സൈഡിൽ വെച്ച് അവന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ, ഞാനും അവൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചു കഴിഞ്ഞാൽ ഞാനും അവനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതുകൊണ്ട് ഞാൻ അതിന് മറുപടി കൊടുക്കുന്നില്ല. അതായത് വെറുതെ പറയുകയാണ് ഞാൻ വലിയ നാറിയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവറ്റകളുടെ ഉദ്ദേശം. ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രാഹുലിനെ സപ്പോർട്ട് കൊടുക്കുന്ന അവറ്റകൾക്ക് ഇഷ്ടമില്ല. ഞാൻ സത്യസന്ധമായി വീഡിയോ ചെയ്യുന്നത് അവറ്റകൾക്ക് ഇഷ്ടമില്ല. ഞാൻ അവറ്റകളുടെ ഫോട്ടോ സൈഡിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവറ്റകളുടെ വീഡിയോ സൈഡിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവറ്റകൾ വൈറലാവും. അതിനു വേണ്ടി കളിക്കുന്ന നാടകമാണ്. വൈറലാവാൻ വേണ്ടി എന്ത് വൃത്തികേട് വേണമെങ്കിൽ ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ഞാൻ മറുപടി കൊടുക്കാത്തത്. അതുകൊണ്ട് എന്നെ വിശ്വസിക്കുന്ന അമ്മമാരോട് ഞാൻ സോറി ചോദിക്കുന്നു. അവറ്റകളെ നമ്മൾ വെറുതെ വിടാം. അവറ്റകൾ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അല്ലാതെ നല്ല രീതിക്ക് മാന്യമായിട്ട് ആരെങ്കിലും ബ്രോ നീ ചെയ്യുന്നത് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് ഉറപ്പായിട്ടും അതിനുള്ള മറുപടി കൊടുക്കാം. ഇത് ഇന്നലെ ചാനൽ തുടങ്ങിയ, മിഞ്ഞാന്ന് ചാനൽ തുടങ്ങിയ ചില യൂട്യൂബേഴ്സ് വൈറലാവാൻ വേണ്ടി അവർ കളിക്കുന്ന കളിയാണ്. അതുകൊണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും എനിക്കാരും അയച്ചു തരണ്ട. അപ്പോൾ പിണറായി വിജയന് രാഹുലിനെ കുറിച്ച് പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഓക്കെ, നാട് മുഴുവൻ വിഭജിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു. ഗണേഷ് കുമാറിന്റെ കുടുംബമാണ്, കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ എടുത്തിയാടി ചെയ്യേണ്ടതല്ല. അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ ഇതിനാ ഞങ്ങൾ ഇടപെടും. നിങ്ങൾ കേട്ടോ പിണറായി വിജയൻ സർക്കാരെ, നിങ്ങളൊരു CM ആണോ? ഇപ്പോൾ ഞാനിങ്ങനെ വിമർശിക്കുന്നത് കൊണ്ട് കുറച്ച് പേർ ചോദിക്കും, അങ്ങേർ വലിയൊരു മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രിക്കൊക്കെ മറുപടി കൊടുക്കാൻ നീ ആയോ എന്ന്. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ പേടിക്കുന്നത്? അതായത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ തെറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്ത ആള്. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി, ഗണേഷ് കുമാറും നിങ്ങളുടെ പാർട്ടിയിലുള്ള ഗണേഷ് കുമാറും ഇതേ പ്രവൃത്തിയല്ലേ ചെയ്തത് എന്ന്. അപ്പോൾ പിണറായി വിജയൻ പറയുകയാണ് അത് കുടുംബ പ്രശ്നം എന്ന്. എൻ്റെ പൊന്നു CM-നോട് ഒരു കാര്യം പറയാം, നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നിങ്ങൾ രാഹുലിനെ വിമർശിക്കൂ, ഞാൻ വിമർശിക്കണ്ടെന്ന് പറയുന്നില്ല. രാഹുലിനെ വിമർശിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഗണേശനെയും നിങ്ങൾ വിമർശിക്കണം. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? ഒരുത്തൻ പുണ്യാളനും മറ്റൊരുത്തന്, അതായത് നമ്മുടെ രാഹുലിൻ്റെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞു. രാഹുലിന് സീറ്റ് കിട്ടാത്തതൊക്കെ ഈ വന്ന കേസുകളൊക്കെ ഉള്ളതാണെന്ന് കോടതി എന്ന് പറയുന്നു. അന്നല്ലേ നമ്മൾ രാഹുൽ കുറ്റക്കാരനാവുന്നത്? ഞാനൊരു കാര്യം പറയും, ഇപ്പോൾ ഏതെങ്കിലും ഒരു കോടതി പറഞ്ഞോ രാഹുൽ കുറ്റക്കാരനാണെന്ന്? ഇല്ല. കേസുണ്ട്, കേസ് തെളിയണം. കോടതി രാഹുൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലല്ലേ രാഹുൽ ഒരു കുറ്റക്കാരനാവുന്നത്? പിന്നെ എങ്ങനെയാണ് CM നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്? കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. എൻ്റെ പൊന്നു CM, പിന്നെ നിങ്ങൾ എന്തിനാണ് CM ആയത്? നിങ്ങളോടല്ലേ ഞങ്ങൾ ചോദിക്കേണ്ടത്? നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. നിങ്ങൾ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ആയത്? ഒരു കാര്യം പറയാൻ പൊന്നു പ്രേക്ഷകരെ, എനിക്ക് പേഴ്സണലി പേടിയൊന്നുമില്ല. പിണറായി വിജയനല്ല, ആര് തെറ്റ് ചെയ്താലും ഞാനത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സഹകരിച്ചാൽ മതി. നമ്മൾ ആര് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇങ്ങേരോട് നമ്മൾ ചോദ്യം ചോദിക്കാതെ പിന്നെ ആരോടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്? പറയുകയാണ് വീട്ടിൽ പോയി എന്ന്. ഓക്കെ, അതിൻ്റെ ബാക്കിയും കൂടി, ആ ചോദ്യം ചോദിച്ച അയാൾ രംഗത്ത് വന്നിട്ടുണ്ട്. അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, ആ വേദിയിൽ ചോദിക്കാൻ, ആ സമയത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് അദ്ദേഹം തിരുത്തി എന്നുള്ളതും അത്രയും ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഈ ചോദ്യം ചോദിക്കാൻ ചേട്ടൻ ശ്രമിച്ചു. അതിനുശേഷം പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും വന്ന് ചേട്ടനെ സമീപിക്കുകയോ അവിടെ നിന്ന് മാറി നിൽക്കാൻ താല്പര്യം അറിയിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ലില്ല, ഞാൻ കസേരയിലിരുന്ന് കസേര എണ്ണീറ്റാണ് ചോദ്യം ഉന്നയിക്കുന്നത്. ഞാൻ ആ കസേരയിൽ തന്നെ തിരിച്ചു ചെന്നിരുന്നു. പ്രസംഗം പൂർണ്ണമായിട്ട് കേട്ട് ഞങ്ങൾ വണ്ടിയാണ് ഇവിടുന്ന് പോയത്. വണ്ടിയെ തന്നെ തിരിച്ചു വരികയും ചെയ്തു. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ
പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. അവിടെ ആരെങ്കിലും പിന്നെ എന്നെ എതിർക്കാൻ വേണ്ടിയോ LDF എതിർക്കാൻ വേണ്ടിയോ വന്നതല്ല. പിന്നെ ചില ഘട്ടത്തിൽ ചില പ്രത്യേക ആവേശക്കാരുണ്ടാവില്ല. പൊന്നു പിണറായി വിജയ, നിങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം. ഓക്കെ, നിങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങളോടല്ലാതെ പിന്നെ ആരോടാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത്? അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റണം. ഇല്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പോകണം എൻ്റെ പൊന്നു മുഖ്യമന്ത്രി. ഓക്കെ, ഷാഫി പറമ്പിലിൻ്റെ ദിവസമാണിന്ന്. ഷാഫി പറമ്പിലിൻ്റെ 3 വീഡിയോ, അതിൽ 2 എണ്ണം വലിയ രീതിയിൽ വൈറലാണ്. മറ്റേത് ഇതിന് കൊടുക്കുന്ന പിണറായി കൊടുക്കുന്ന മറുപടിയാണ്. നമുക്ക് ആദ്യം പിണറായി വിജയന് ഷാഫി പറമ്പിൽ കൊടുക്കുന്ന ആ ഒരു മറുപടി ആദ്യം കേട്ട് നോക്കാം. ഓക്കെ, എല്ലാ തവണയും പറയുന്നുണ്ട്, പക്ഷെ BJP തോൽപ്പിക്കുന്ന ആരാ? 2011-ലും 2016-ലും 2021-ലും തോൽപ്പിച്ചതാരാ? 2024-ൽ തോൽപ്പിച്ചതാരാ? 2026-ൽ തോൽപ്പിക്കാൻ പോകുന്നതാരാ? BJPയെ പാലക്കാട് തോൽപ്പിക്കുന്നത് UDF ആണ്. ഞങ്ങളുടെ മേലെ അത്തരം ഒരു ആരോപണം വെച്ച് ഞങ്ങൾ എന്തെങ്കിലും ഡീലുണ്ടാക്കുക, അവരെ ജയിപ്പിക്കാൻ വേണ്ടി ഡീലുണ്ടാക്കാൻ പറ്റും? ഞങ്ങൾക്ക് ജയിക്കാനല്ലേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. രാഹുലിനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിച്ചപ്പോൾ പോലും പറഞ്ഞ എന്താ, ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാടാണെങ്കിലും UDFനെ BJPയെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ തോൽപ്പിക്കുന്ന ഞങ്ങൾ ഡീലുണ്ടാക്കാന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കുവോ? അതൊരിക്കലും ജനം വിശ്വസിക്കില്ല. പിന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അന്നും പറഞ്ഞല്ലോ, നമ്മളൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ജനങ്ങളുമായിട്ടാണ്. ആ ഡീലിൽ ഞങ്ങൾ ജയിച്ചു വരും. ആ പറയുന്ന കാര്യങ്ങൾക്ക് ഇനി മറുപടി പറയേണ്ട കാര്യമില്ല, അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. പറഞ്ഞൊരു കാര്യം, ഈ രമേശ് പിഷാരടിയുടെ ഇവിടെ കൊണ്ടുവന്ന് തോൽപ്പിക്കുക, അതോടുകൂടി പാലക്കാട് ഞാനല്ലാതെ മറ്റാരും പറ്റില്ല എന്ന് ഷാഫി വരുത്തി തീർക്കും. ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന് അവര് പോലും വിലവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇതിനു മുമ്പ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോ ഇതേ ടോണിലല്ലേ സംസാരിച്ചത്? റെക്കോർഡ് ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്? എന്നേക്കാൾ ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്? ഓക്കെ, ഒരു കാര്യം പറയാം. ആരാണ് പാലക്കാട് ജയിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് രമേശ് പിഷാരടി തന്നെ ജയിക്കണം. നമ്മുടെ രാഹുലിന് നീതി കിട്ടണമെങ്കിൽ അവിടെ പിഷാരടി തന്നെ ജയിക്കണം. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. അതായത് മറ്റേ ഈ രാഹുലിനെ വളരെ വളരെ മോശമാക്കിയിട്ട് അദ്ദേഹം പീഡിപ്പിച്ചവനല്ലേ, ആ ഒരു രീതിക്കാണ് ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നാളെ ഇവിടെ രമേശ് പിഷാരടി തോറ്റു കഴിഞ്ഞാൽ പറയും രാഹുൽ മാങ്കൂടത്തിൽ വികസനമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പിഷാരടി തോറ്റത് എന്ന്. എല്ലാം കഴിഞ്ഞു, നമ്മുടെ രാഹുലിന് ഇനി അവസരം കിട്ടും. അതുകൊണ്ട് പൊന്നു പ്രേക്ഷകരെ, പിഷാരടിയെ ജയിപ്പിച്ചു വിടുക എന്നാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ നിങ്ങളോട് നിർബന്ധിച്ച് പറയുന്നതല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഷാഫി പറമ്പിൽ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളോട് ചോദിച്ചത് വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ട് BJP തടഞ്ഞു വെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിക്കോളണം എന്നുള്ള നിർബന്ധവും പത്രസമ്മേളനം തന്നെ അദ്ദേഹത്തിന് തോന്നുമ്പോൾ മാത്രമേ നടത്തുള്ളൂ. അങ്ങനത്തെ വാശിയൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നവനോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് അത് ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണത്തിന്റെ ഒരു ധാർഷ്ട്യം തലക്കടിച്ചത് കൊണ്ടാണ്. ആ ധാർഷ്ട്യം കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരെ ജനം വീട്ടിലിരുത്തുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. ഓക്കെ, ഷാഫി പറമ്പിൽ പറഞ്ഞത് എത്ര ശരിയാണ്. അത് ഇദ്ദേഹം CM ആണ്. CM-നോടൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം തരാൻ തയ്യാറാണോ? പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമല്ലേ. ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട എൻ്റെ പൊന്നു പിണറായി വിജയ. ഓക്കെ, നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ അതായത് രാഹുൽ ഗാന്ധി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാഫി പറമ്പിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വലിയ വൈറലാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമ്മൾ ഒരുങ്ങുകയാണ് മതേതര ഇന്ത്യയുടെ നായകനെ വരവേൽക്കാൻ. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്തെത്തുന്നു. 25-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കൃത്യം നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു ചേരണം. ഇനി പണം നോക്കാതെ, നിങ്ങൾക്കറിയാം, ചെലവ് മറന്ന് ചികിത്സിക്കാൻ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയുമായി ഐക്യ ജനാധിപത്യ മുന്നണി വരികയാണ്. KSRTC-യിൽ സഞ്ചരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, വനിതകൾക്ക്, അവർക്ക് സൗജന്യമായിട്ടുള്ള യാത്ര. ചില്ലറ വേണ്ട, ചില്ലായിട്ട് ഇനി പോകാനായിട്ട് പറ്റും. നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമുക്ക് തണലായവർ, അവർക്ക് തണലാവാൻ ഒരു പ്രത്യേക വകുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ, അവർക്ക് കോളേജിൽ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ ഓരോ മാസം നൽകാം. അവൾ പഠിക്കട്ടെ, നാട് ജയിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാർ നാട് വിടാൻ ആഗ്രഹിക്കുമ്പോൾ നാട്ടിൽ നിന്നാലും രക്ഷപ്പെടാം. അവരുടെ ആശയങ്ങൾക്ക് അത് സംരംഭമായി മാറ്റുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരും. നമ്മളെ വളർത്തി വലുതാക്കി സംരക്ഷിച്ച നമ്മുടെ പ്രായമായവർ, അവരുടെ ക്ഷേമം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അവർക്ക് അത്യാവശ്യത്തിന് കൈനിറയെ പണവും മുഖത്ത് ചിരിയും വേണം.
3000 രൂപ അവരുടെ പെൻഷൻ അത് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ UDFന്റെ ഭാഗത്ത് ഒരു ഗ്യാരണ്ടിയായി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് നൽകുക. അപ്പൊ ആ ഗ്യാരണ്ടി ജനങ്ങളോട് വിളിച്ചു വന്ന ഒരു മഹാസമ്മേളനം റാലി. ഈ സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി കോഴിക്കോടിന്റെ കടപ്പുറത്ത് തീർക്കുന്ന മനുഷ്യസാഗരത്തിന്റെ ഭാഗമാവാൻ, ആ തിരമാലകളുടെ ഭാഗമാവാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുക. 25-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് കാണാം. രാഹുൽ ഗാന്ധി മതേതര ഇന്ത്യയുടെ നായകൻ വന്നു ചേരുന്നു. ഓക്കെ, ഒരു കാര്യം പറയാം. ഷാഫി പറമ്പിലിന്റെ ഈ പ്രഖ്യാപനം നമ്മൾ കേട്ടു. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടപ്പിലാക്കിയാൽ വളരെ വളരെ ഉപകാരം, നടപ്പിലാക്കുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഷാഫി പറമ്പിലിന്റെ അടുത്തൊരു പ്രസംഗവും കൂടി വലിയ വൈറലാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അതായത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇതിലാണ് എല്ലാം ഉള്ളത്. ഓക്കെ, ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് ഇതുമ്മ വീഡിയോ ഇടുന്ന ആൾ എവിടെ ഇരിക്കുന്നുണ്ടാവുക? മോന വീഡിയോനകത്ത് ഒരു വിഷ്വല് കണ്ടിരുന്നു. ഇത് നിങ്ങളൊന്ന് കാണണം. ഇതൊന്ന് ആദ്യം കാണണം. ഞാന് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അനുജനെ പോലെയാണ് ഏട്ടനെ പോലെയാണെന്നൊക്കെ പറയുമ്പോ ഞാനൊരു തമാശക്ക് പറഞ്ഞതുമല്ല. ആ കിടക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കുട്ടിയാണെങ്കിൽ നിങ്ങളിൽ എത്ര പേർക്ക് അത് സഹിക്കാൻ പറ്റും എന്നാലോചിക്കുക. ആ വീണ് കിടക്കുന്നിടത്ത് ഒരു മനുഷ്യൻ എന്ന കരുതൽ പോലുമില്ലാതെ പക വീട്ടുന്നത് പോലെ ക്രൂരത എന്റെ വീട്ടിലെ, നിങ്ങളുടെ വീട്ടിലെ മകനോടോ മകളോടോ അനിയനോടോ ജ്യേഷ്ഠനോടോ മറ്റാരോടെങ്കിലുമാണ് കാണിക്കുന്നതെങ്കിൽ അത് എത്ര നേരം നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കുക. അഭിജിത്തിന്റെ വീട്ടിലെ അതിർത്തി തർക്കത്തിന്റെ പേരിലല്ല, വേലി തർക്കത്തിന്റെ പേരിലല്ല, ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ തെരുവിൽ ഇങ്ങനെ കിടന്ന് തല്ലു വാങ്ങിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അയാളുടെ ശരീരത്തിൽ ഒരു ഇഞ്ചിനി ബാക്കിയില്ല, അയാളുടെ മനസ്സിലും ഒരു ഇഞ്ചിനി ബാക്കിയില്ല. അയാളുടെ ശരീരത്തിൽ ഒരു ഇഞ്ചിനി ബാക്കിയില്ലെന്ന് പറയുന്നതിന് കാരണം ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ നിരന്തരം ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന് തെരുവിൽ കിടന്ന് അടിമേടിച്ച് അവനവന്റെ കാര്യത്തിനല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി മർദ്ദനമേൽക്കേണ്ടി വന്ന ശരീരത്തിൽ ഒരു ഇഞ്ച് ബാക്കിയില്ല എന്നുള്ളതാണെങ്കിൽ ഈ കൺവെൻഷൻ കൂടി കഴിയുമ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ഇഞ്ച് ബാക്കിയില്ലെന്ന് പറയുന്നതിന്റെ കാരണം ഹൃദയം നാദാപുരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സംഗമം ഇവിടെ തെളിയിക്കുന്നത് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടി നമുക്കിടയിൽ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നു, ഇവിടെ മത്സരം KM അഭിജിത്തും LDFന്റെ സ്ഥാനാർത്ഥിയും തമ്മിലല്ല, ഇവിടെ മത്സരം KM അഭിജിത്തും ഷാഫി പറമ്പിലും തമ്മിലാണ്. ഞാനത് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തുന്ന ഒരു ഭൂരിപക്ഷം ഈ നാദാപുരത്തിന്റെ മണ്ണിൽ നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾ ജയിപ്പിച്ചു തരുമോ? വാക്കാണോ? ഉറപ്പാണോ? അഭിജിത്തെ നാദാപുരം വാക്ക് പറഞ്ഞ വാക്കാണ്. ഓക്കെ, ഇപ്പോൾ BJP കാണിക്കുന്ന ഒരു വൃത്തികേട്, ഞാനൊരു പാർട്ടിയെ വിമർശിക്കുന്നതല്ല, അതായത് ഒരു 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 കഷ്ണം പോലും തുണി പോലും ഇല്ലാത്ത ഒരു സ്വാമി പ്രചാരണത്തിന് വരുന്നു. ഇതൊക്കെ എന്താണ്? ഇതിലൊക്കെ എന്ത് സന്ദേശമാണ്? അതിനെക്കുറിച്ച് ഒരാൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ആദ്യം കാണാം. ഓക്കെ, അങ്ങനെ തുണി കൊടുക്കാത്ത സ്വാമിമാർ കേരളത്തിലും എത്തി. BJPക്ക് വേണ്ടി വോട്ട് പിടിക്കാനാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികളൊക്കെ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോഴാണ് കേരളത്തിലേക്ക് ഒരു പുതിയ സംസ്കാരം വന്നെത്തുന്നത്. ഇനി പള്ളിയിലെ അച്ഛന്മാർക്കും ഉസ്താദുമാർക്കും ഒക്കെ സന്തോഷിക്കാം. അവർക്കും ഇനി തുണിയില്ലാതെ നിന്ന് പൂജകളും അനുഗ്രഹങ്ങളും ഒക്കെ മനുഷ്യർക്ക് നൽകാൻ കഴിയും. എല്ലാവർക്കും വെരി ഹാപ്പി ആയല്ലോ. കരമന ജയനെ ഇലക്ഷന് ജയിപ്പിക്കാൻ വേണ്ടി UPയിൽ നിന്നും മുഖ്യമന്ത്രിയാണ് ഈ
ഇദ്ദേഹത്തെ, ഈ തുണിയില്ലാത്ത സ്വാമിയെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടിയിട്ടായിരിക്കണം UP-യിൽ മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും വിജയിച്ചു കയറുന്നത്. ആ വിശ്വാസത്തിലായിരിക്കണം ജയനെ ജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലും എത്തിയിരിക്കുന്നത്. മാറുമറയ്ക്കാൻ നൂറ്റാണ്ടുകളോളം സമരം ചെയ്ത നമ്മുടെ ഒരു ഗതികേട്, വർഷങ്ങളോളം IT മന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ ഈ തുണിയില്ലാത്ത പ്രാകൃത മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് തലയും കുനിഞ്ഞ് അനുഗ്രഹത്തിന് വേണ്ടി നിൽക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ കൃത്യമായി തെളിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ വിശ്വസിക്കാം. എന്നാൽ സയൻസും ശാസ്ത്രവുമൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ച, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച ഒന്നാണ്. അതിനെക്കുറിച്ച് ബോധവും അറിവുമുള്ള മനുഷ്യന്മാർ ഇതുപോലുള്ള പ്രാകൃത മനുഷ്യന്മാരുടെ മുമ്പിൽ ചെന്ന് അവന്മാരുടെ ആസനത്തിൽ നോക്കി കുനിഞ്ഞതെന്ന് അനുഗ്രഹം തേടുന്നത് കാണുമ്പോഴാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മനുഷ്യർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടട്ടെ. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ ബോധമുള്ള മനുഷ്യന്മാർ എന്തിനാണ് ഈ പ്രാകൃത മനുഷ്യന്മാരുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ അതപ്പതിച്ച മനുഷ്യജന്മങ്ങൾ എന്നല്ലേ പറയാൻ കഴിയൂ. എന്തൊക്കെ കാണണം ഈ കേരളത്തിൽ, സത്യം പറഞ്ഞാൽ വളരെ വളരെ മോശം. ഓക്കെ, അതിനുശേഷം കൃഷ്ണകുമാറിന് സീറ്റൊന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹം കൂടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതും കൂടി കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളം ചർച്ച ചെയ്യേണ്ടത് വികസനമാണ്. എന്നാൽ നമ്മുടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും നാടിന്റെ മതേതരത്വത്തെ വിഴുങ്ങാൻ നിൽക്കുന്ന തീവ്രവാദികളെ പ്രീണിപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമി അമീർ P. മുജീബ് റഹ്മാൻ അവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതല്ല എന്ന് അടിവരയിട്ട് പറയുന്നത് ആരെ പ്രീണിപ്പിക്കാനാണ്? ഇവിടെ അമീർ പറയുന്നതാണോ അതോ സതീശൻ പറയുന്നതാണോ നാം വിശ്വസിക്കേണ്ടത്? മറുഭാഗത്ത് പിണറായി വിജയനാവട്ടെ മുസ്ലിം മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്തുവാൻ പുതിയ വിവാദങ്ങൾ കുത്തിപ്പൊക്കി വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അധികാരത്തിന് വേണ്ടി തീവ്രവാദ ശക്തികളുടെ കൈപിടിക്കുന്ന ഈ രണ്ട് മുന്നണികളും കേരളത്തെ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്. ജനാധിപത്യത്തെ മതമൗലികവാദത്തിന് പണയം വെക്കുന്ന ഈ പ്രീണന രാഷ്ട്രീയം കേരളത്തിന്റെ സമാധാനം തകർക്കുമെന്നതിൽ സംശയമേ വേണ്ട. ഓക്കെ, കൃഷ്ണകുമാറിനോട് ഒരു കാര്യം പറയാം. എനിക്ക് പേഴ്സണലി നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളുടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം, എൻ്റെ പൊന്നു കൃഷ്ണകുമാറെ, ഞാനും നിങ്ങളും കൂടിപ്പോയാൽ ഇവിടെ ഒരാഴ്ച എത്ര നമ്മളൊരു 50 വർഷം അതിൽ നിന്ന് കൂടുതൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ ഇവിടെ? അതിന് മുന്നേ നമ്മൾ മരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് വർഗീയത? BJP ഇവിടെ പറയുന്നത് കോൺഗ്രസും CPM വലിയ ഡേഞ്ചറാണ്, BJP ജയിപ്പിക്കുമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. എന്താ അല്ലേ? അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.